ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്ഗ്രേഡ് പി എസ് സിയുടെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഏതൊരു ആപ്ലിക്കേഷനും പോലെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്ഗ്രേഡ് പി എസ് സി എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് കൊടുക്കുക. വൺസ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പേരും മൊബൈൽ നമ്പറും ജിമെയിൽ ഐ ഡിയും കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫോൺ നമ്പർ മാത്രം കൊടുക്കുന്നു. ദെൻ ലോഗിൻ ഓപ്ഷൻ കൊടുക്കുന്നു. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് ആസ് യൂഷ്വൽ ഏതൊരു ആപ്ലിക്കേഷനും പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മികച്ച ഒരു എക്സാം ഇൻ്റർഫേസ്. സോ അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. കാര്യം ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത രീതിയിലായിരിക്കില്ല ഇവിടുത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധ മേഖലകൾ, അതായത് ഫോർ എക്സാമ്പിൾ ഡിഗ്രി ലെവൽ, 10th ലെവൽ, +2 ലെവൽ, സോ 3 സ്ട്രാറ്റയിലുള്ള എക്സാംസുകൾ, അതിൻ്റെ കോഴ്സുകളും എല്ലാം നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ SCRTയുടെ ഒരു കോഴ്സ് എടുക്കാം. അതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ടെസ്റ്റുകൾ കാണാൻ സാധിക്കും. അത് കൃത്യമായൊരു ഡേറ്റിനാണ്. നമ്മൾ വെറുതെ ടെസ്റ്റുകൾ കൊടുക്കുകയല്ല, പകരം നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരമായിരിക്കും ടെസ്റ്റുകൾ അപ്ഡേറ്റ് ആവുക. ടെസ്റ്റുകൾ അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ടെസ്റ്റുകൾ അതേ ദിവസം തന്നെ അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായാലും ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസമായാലും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത അത്രയും സ്മൂത്ത് ആയിട്ടുള്ള, അത്രയും ഫങ്ഷണാലിറ്റീസ് ഉള്ള ഒരു എക്സാം എൻവയോൺമെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുക. വൺസ് എക്സാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്റ്റാർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. കാര്യം പിന്നീട് നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനിൽ അത് റിപ്പീറ്റ് ആയിട്ട് വരും. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒപ്പം തന്നെ ചില ചോദ്യങ്ങൾ അവസാനത്തേക്ക് വെക്കുന്നവരുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റൗണ്ട് ചെയ്ത് വെക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് റിവ്യൂ സിസ്റ്റം ഉണ്ട്, റിവ്യൂ ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമിൻ്റെ അവസാനം ആകുമ്പോൾ ഒന്നുകൂടെ നോക്കണം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ റിവ്യൂ സിസ്റ്റം ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വിവിധ തരം ഫീച്ചേഴ്സുകൾ നമ്മൾ ഒരു നോർമൽ PSC എക്സാം ഹാളിൽ നമുക്ക് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ടോ അതെല്ലാം അവൈൽ ആക്കുന്ന രീതിയോടൊപ്പം തന്നെ നിങ്ങളുടെ കൃത്യമായ അനാലിസിസും കൂടെ നടത്തും. അതായത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നറിയാൻ പറ്റും. നിങ്ങൾ ഓരോ സെക്ഷനിലും എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുൾ ടെസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, ഹിസ്റ്ററി, അതിലൊക്കെ ഓരോന്നിലും നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു, എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, ഇതെല്ലാം അറിയാൻ പറ്റും. വൺസ് എക്സാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് ഓപ്ഷൻ നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സബ്മിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു അനാലിസിസ് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ എന്താ പറയുക, റാങ്ക്, ആക്യുറസി, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് അനാലിസിസ്, നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തു, അത് കാര്യം നമുക്ക് ഓരോ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓരോ എക്സാം കഴിയുമ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ സൊല്യൂഷൻ ഓപ്ഷൻ, നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് എത്ര എണ്ണം ശരിയായി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കഴിയും, അതിൽ തന്നെ നിങ്ങൾ ഏതാണ് ശരിയാക്കിയത്, ഏതാണ് തെറ്റാക്കിയത്, ഏതാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആൻസർ കീ ഉണ്ടാവും. പിന്നെ അവിടെ ഏറ്റവും മികച്ചൊരു ഫീച്ചറും കൂടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് പ്രാക്ടീസ്. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി അല്ലെങ്കിൽ തെറ്റായിപ്പോയി, അത് എന്നാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. കാര്യം പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടുമോ എന്ന് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി പ്രാക്ടീസ് ഡിസേബിൾ ചെയ്താൽ ജസ്റ്റ് ആൻസർ നോക്കി പോകാം, ആൻസറും എക്സ്പ്ലനേഷൻ നോക്കി പോകാം. എപ്പോഴും ഞങ്ങൾ പറയുന്നു ജസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, എക്സാം കഴിഞ്ഞാലും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസും കൂടെ എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് ഇത് ഒരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ആണ്, സോ ഒന്നുകൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിൽ വെക്കാൻ വേണ്ടി സ്റ്റാർ ചെയ്തിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് എൻറോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, ആൾറെഡി കുറച്ച് ടെസ്റ്റുകൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഫുൾ നിങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് ബൈ നൗ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എവിടെയും ഏതൊരു ആപ്പിലും ചെയ്യുന്ന പോലെ കൊടുക്കുക. നിങ്ങൾക്ക് GPay ആണെങ്കിൽ GPay, കാർഡ് ആണെങ്കിൽ കാർഡ്. സോ ഏതൊരു ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പേയ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ GPayയിൽ സ്ക്രീൻഷോട്ട് ഡിസേബിൾ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് ഓക്കെയാണ്. ആഫ്റ്റർ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കോഴ്സിന് നേരെ അല്ലെങ്കിൽ കോഴ്സിന് മുകളിലെ പർച്ചേസിൽ എന്നൊരു പച്ച കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കോഴ്സ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ബൈ ചെയ്തു എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് പർച്ചേസ് ഓപ്ഷൻ കാണാൻ സാധിക്കും.
ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആ കോഴ്സിലെ എല്ലാ എക്സാംസുകളും എന്തായിരിക്കും, എനേബിൾ ആയിരിക്കും. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എനേബിൾ ആയിരിക്കും. ആ ലോക്ക് സിമ്പിൾ മാറും. ഒരു ലോക്ക് ഉണ്ടായിരിക്കും നേരത്തെ, അത് ആ ലോക്ക് അൺലോക്ക് ആകും. പകരം പിന്നെ ഈ പറയുന്ന പോലെ കൃത്യമായ ഡേറ്റുകളിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാം ഷെഡ്യൂൾ ആവുക. ആ ഡേറ്റിൽ കൺസേൺഡ് ഡേറ്റിന് മാത്രമേ എക്സാം വരും. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സാമിന് വേണ്ടി പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഞങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് തരുന്നത്, അതായത് ഈ പറഞ്ഞ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് 1 ഇയറിലേക്ക് ഞങ്ങൾ പ്രീ പ്രാക്ടീസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും, ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിനും 1 ഇയർ ഫ്രീ പ്രാക്ടീസ്, അത് നമ്മുടെ ഹോം പേജിൽ തന്നെ കാണാൻ സാധിക്കും. ഈ മാസം മാത്രമാണ് ഈ ഒരു ഫീച്ചർ വരിക. 1 ഇയറിലേക്കായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇത് ഹോം പേജിൽ തന്നെ പ്രാക്ടീസ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 10, 20, 25 നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ് അത്തരത്തിലൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതിനേക്കാൾ മികച്ച രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നമ്മുടെ അഡ്മിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലുള്ള നമ്പറിൽ, കൺസേൺഡ് നമ്പറിൽ വിളിച്ച് ചോദിക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.